കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്യു കുഴൽനാടനാകുമോ ചാലക്കുടി പാർലമെന്റ് സീറ്റിൽ UDF സ്ഥാനാർത്ഥി? അതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. നിലവിലെ ചാലക്കുടി MP ബെന്നി ബെഹനാൻ മത്സരിച്ചില്ലെങ്കിൽ ചാലക്കുടിയിൽ UDF പരിഗണിക്കുന്ന ആദ്യ പേര് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടന്റേതാകും എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. മാത്യു കുഴൽനാടനെ ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമാക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നു എന്നതാണ് വിവരം. ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഏത് സീറ്റിൽ മത്സരിച്ചാലും വിജയിക്കുവാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് മാത്യു കുഴൽനാടൻ. കേരള സർക്കാരിനെതിരെ നടത്തുന്ന പോരാട്ടങ്ങളും അദ്ദേഹത്തിന്റെ അഴിമതിരഹിത പ്രതിച്ഛായയും മുതൽക്കൂട്ടാവുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് പാർട്ടി. മറ്റുള്ള പല കോൺഗ്രസ് നേതാക്കളും നിലവിലെ MPമാരും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ആഗ്രഹിക്കുമ്പോൾ മാത്യു കുഴൽനാടൻ ആഗ്രഹിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ ചെലുത്താനാണ്. അതിന്റെ ചുവടുവയ്പ്പുകളാണ് സംസ്ഥാന സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കുഴൽനാടൻ നടത്തുന്ന പോരാട്ടങ്ങളെന്ന് പറയുന്നവരും ഏറെയാണ്. കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു മുതൽക്കൂട്ടാകും ഡൽഹിയിലെ കുഴൽനാടന്റെ സാന്നിധ്യം. നിലവിലെ ചാലക്കുടി MP ബെന്നി ബെഹനാന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് താല്പര്യമെന്നാണ് അറിയുന്നത്. ചിലപ്പോൾ UDF കൺവീനർ സ്ഥാനത്തേക്കും അദ്ദേഹം പരിഗണിക്കപ്പെട്ടേക്കാം. ഇന്ന് കോൺഗ്രസിലെ സീനിയർ നേതാക്കളിൽ ഒരാളാണ് ബെന്നി ബെഹനാൻ. ഉമ്മൻചാണ്ടിക്ക് ശേഷം ബെന്നിയെ പോലെ ഒരാൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിൽക്കേണ്ടത് പാർട്ടി ശക്തിപ്പെടാൻ ഇടയാക്കുമെന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ് നേതാക്കളാണ് ഏറെയും. ഒപ്പം തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗമായ A ഗ്രൂപ്പ് ഉമ്മൻചാണ്ടി അന്തരിച്ച ശേഷം അനാഥമാണ്. അവരെ ഒന്നിച്ച് കോർത്തുകൊണ്ടുപോകാൻ ഏറ്റവും ബെറ്റർ ബെന്നി ബെഹനാനാണെന്ന് A ഗ്രൂപ്പ് നേതാക്കളും കരുതുന്നു. A ഗ്രൂപ്പിന് ഒരു ഉണർവുണ്ടാകാൻ ബെന്നി ബെഹനാൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നേ പറ്റൂ എന്ന് അവർ പറയുന്നു. ആ നിലയിൽ ബെന്നി ബെഹനാൻ പാർലമെന്റിൽ മത്സരിക്കാതെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള സാഹചര്യവും ഏറെയാണ്. ബെന്നി ബെഹനാൻ ഇനി ചാലക്കുടിയിൽ മത്സരിച്ചാലും ജയസാധ്യത ഏറെയുണ്ട്. ചാലക്കുടി മണ്ഡലം എന്നത് യാക്കോബായ വിഭാഗക്കാർക്ക് വളരെ മുൻതൂക്കമുള്ള മണ്ഡലമാണ്. പെരുമ്പാവൂരും അങ്കമാലിയുമൊക്കെ ഈ വിഭാഗക്കാർ കൂടുതലാണ്. കുഴൽനാടനും ബെന്നി ബെഹനാനുമൊക്കെ യാക്കോബായ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ജാതി സമവാക്യം നോക്കിയാലും ബെന്നി ബെഹനാനും മാത്യു കുഴൽനാടനും ഒരു വിഭാഗത്തിൽ നിന്നും ഉള്ളവരാണെന്നതും ജയസാധ്യത വർദ്ധിപ്പിക്കും. അതിനാൽ ഇവരിൽ ആര് മത്സരിച്ചാലും വലിയ എതിർപ്പില്ലാതെ ജയിക്കാൻ പറ്റുമെന്ന് കോൺഗ്രസ് പാർട്ടി ചിന്തിക്കുന്നു. മാത്യു കുഴൽനാടൻ ചാലക്കുടി പാർലമെന്റ് സീറ്റിൽ മത്സരിച്ച് ജയിച്ചാൽ അദ്ദേഹം ഇന്ന് പ്രതിനിധാനം ചെയ്യുന്ന മൂവാറ്റുപുഴ നിയമസഭാ സീറ്റിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമാകും. അങ്ങനെ വന്നാൽ കോൺഗ്രസിലെ സീനിയർ നേതാവും മൂവാറ്റുപുഴ മുൻ MLAയുമായ ജോസഫ് വാഴക്കൻ വീണ്ടും മൂവാറ്റുപുഴയിൽ മത്സരിക്കുമെന്നാണ് കേൾക്കുന്നത്. വാഴക്കനെ വീണ്ടും നിയമസഭയിലെത്തിക്കാൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ ആഗ്രഹമുള്ളതായി അറിയുന്നു. ചെന്നിത്തലയുടെ അടുത്ത അനുയായി കൂടിയാണ് ജോസഫ് വാഴക്കൻ.